ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ് ആണ്. അപ്പൊ നമുക്കറിയാം എന്താണ് ഒരു ഡോമിനന്റ് അല്ലീൽ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ, അതായത് രണ്ട് ഡിഫറെന്റ് അല്ലീൽസ് ഒരു ഇൻഡിവിജ്വലിൽ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അല്ലീലിന്റെ ക്യാരക്ടർ മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. ആ അല്ലീലിനെയാണ് നമ്മൾ ഡോമിനന്റ് അല്ലീൽ എന്ന് വിളിക്കുക. ആൻഡ് ദ അതർ അല്ലീൽ, ആ അല്ലീലിന്റെ ക്യാരക്ടേഴ്സ് മാസ്ക് ചെയ്യപ്പെട്ടിരിക്കുകയായിരിക്കും. ആ അല്ലീലിനെയാണ് നമ്മൾ റെസസീവ് അല്ലീൽ എന്ന് പറയുക. അപ്പം ഈ ഡോമിനൻസിന്റെ ഒരു ബേസ് എന്താണ് അതിന്റെ ഒരു ഫണ്ടമെന്റൽസ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ജീൻ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ? ജീൻ എന്ന് പറയുന്നത് DNA ഒരു പാർട്ടാണ്. ആ ജീന് എക്സ്പ്രസ് ചെയ്തിട്ടാണ് mRNA ഉണ്ടാവുന്നത്. mRNA ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാവുന്നത്. നമ്മളുടെ ബോഡിയിലെ എല്ലാ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്നത് ഈ പ്രോട്ടീൻസ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് അല്ലീൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫോംസ് ഓഫ് എ ജീൻ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഫോംസ് ഓഫ് എ ജീൻ ഈസ് കോൾഡ് അല്ലീൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ? നമ്മൾ ഡിഫറെന്റ് അല്ലീൽസ് പഠിച്ചു അല്ലെ? ക്യാപിറ്റൽ T എന്ന് പറയുന്ന അല്ലീലാണ്, സ്മോൾ t എന്ന് പറയുന്നതൊക്കെ ഹൈറ്റ് കൺട്രോളിങ് ജീന്റെ അല്ലീലാണ്. അതേപോലെ ക്യാപിറ്റൽ W എന്ന് പറയുന്നതും സ്മോൾ w എന്ന് പറയുന്നതും ഫ്ലവർ കളറിന്റെ അല്ലീലുകളാണ്. ശരിയാണല്ലോ? അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇനി എന്താണ് അല്ലീൽ? മോളിക്കുലാർ ബേസിസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അല്ലീൽ? നോക്ക്, ഇവിടെ ഞാനൊരു DNA എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു DNA. ഈ DNA ഒരു പാർട്ടാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ദിസ് ഈസ് എ പാർട്ട് ഓഫ് DNA. ഈ പാർട്ട് ഓഫ് DNA-നെയാണ് നമ്മൾ ജീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ജീനിന്റെ ഒരു ഫോമിനെയാണ് നമ്മളൊരു അല്ലീൽ എന്ന് പറയുന്നത്. ശരിയാണല്ലോ? അപ്പം ഈ ഒരു ജീനിനെയാണ് നമ്മൾ ഹൈറ്റ് കൺട്രോളിങ് ജീൻ എന്ന് വിളിക്കുന്നത് വിചാരിക്കുക. അപ്പം ഈ ഒരു ഫോമിനെയാണ് നമ്മളൊരു അല്ലീൽ എന്ന് വിളിക്കുക. ഇനി വേറെയും അല്ലീലുകൾ ഉണ്ടാവാം അല്ലെ? ക്യാപിറ്റൽ T എന്ന് പറയുന്നത് ഈ ഒരു അല്ലീലാണെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫോമിനെയാണ് നമ്മൾ സ്മോൾ t എന്ന് വിളിക്കുക. അതായത് എന്ത് ഡിഫറൻസ് അവർ തമ്മിൽ ഉണ്ടാവുക? ഈ പറയുന്ന ജനറ്റിക് കോഡുകളിലെ അവർ തമ്മിലുള്ള ഏതെങ്കിലും ഒരു ന്യൂക്ലിയോടൈഡ് ഒക്കെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാല് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫോം ഓഫ് എ ജീൻ ആവും. അപ്പൊ പുതിയൊരു അല്ലീൽ ഉണ്ടായി എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ അല്ലീൽസ് ഒക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഒരു ജീനിന് മാറ്റം വരുമ്പോഴാണ്, മ്യൂട്ടേഷൻസ് വരുമ്പോഴാണ് എന്നുള്ള ബേസിക് കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? ഒരു പോപ്പുലേഷനിൽ, അതായത് ഒരു സ്പീഷീസിന്റെ ഒരു കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു അല്ലീലിന്റെ ഒരു ഫോം ഉണ്ടായിരിക്കുമല്ലോ അല്ലെ? എല്ലാ ടൈപ്പും ഒരുപോലെ ആയിരിക്കില്ല ഉണ്ടാവുക. എല്ലാ പോപ്പുലേഷനിലും ഒരേപോലെ ആയിരിക്കില്ല ക്യാപിറ്റൽ T സ്മോൾ t അല്ലെങ്കിൽ വേറെ ടൈപ്പ് അല്ലീലുകളോ ഒന്നും ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ കാണുന്ന അല്ലീലിനെ നമ്മൾ വിളിക്കും വൈൽഡ് ടൈപ്പ് അല്ലീൽ എന്ന് വിളിക്കും. എന്താ നമ്മൾ വിളിക്കുക? വൈൽഡ് ടൈപ്പ് അല്ലീൽ എന്ന് നമ്മൾ വിളിക്കും. എന്താ വൈൽഡ് ടൈപ്പ് അല്ലീൽ എന്ന് പറഞ്ഞാല്? ഒരു പോപ്പുലേഷനിൽ ഒരു ജീനിന് ഒരു അല്ലീൽ ഉണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കാണുന്ന അല്ലീല് ആ ടൈപ്പ് അല്ലീലാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ അല്ലീലിനെയാണ് ഞാൻ വൈൽഡ് ടൈപ്പ് അല്ലീൽ എന്ന് വിളിക്കുക. അപ്പൊ ഒരു പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ പേർക്ക് കാണുന്ന അല്ലീലാണ് വൈൽഡ് ടൈപ്പ് അല്ലീൽ. ഈ വൈൽഡ് ടൈപ്പ് അല്ലീലില് എന്താ സംഭവിക്കുക? വൈൽഡ് ടൈപ്പ് അല്ലീല് എക്സ്പ്രസ് ചെയ്യും. വൈൽഡ് ടൈപ്പ് അല്ലീല് എക്സ്പ്രസ് ചെയ്താല് mRNA ഉണ്ടാവും. ശരിയല്ലേ? mRNA ഉണ്ടാവും. mRNA എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ RNA. ഈ mRNA ആണ് എന്തായി മാറുന്നത്? ഒരു പ്രോട്ടീൻ ആയി മാറുന്നത്. ഞാൻ ഇവിടെ എടുക്കുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് എൻസൈം ആണെന്ന് വിചാരിച്ചോ. ഓൾമോസ്റ്റ് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ അല്ലേ? അപ്പൊ എൻസൈംസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീന് ഒരു ഫംഗ്ഷൻ ചെയ്യുമല്ലോ. എല്ലാ പ്രോട്ടീൻസിനും ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. നമുക്ക് ഇവിടെ കിട്ടിയ പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്? എൻസൈം ആണല്ലോ. ഈ എൻസൈമിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാല്, ഒരു സബ്സ്ട്രേറ്റ്, നമ്മളുടെ ബോഡീന്റെ അകത്തുള്ള ഒരു സബ്സ്ട്രേറ്റ്, അതിനെ പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ആരുടെ സഹായം ആവശ്യമുണ്ട്? ഈ എൻസൈമിന്റെ സഹായം ആവശ്യമുണ്ട്. ഈ എൻസൈമിന്റെ സഹായം ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഒരു പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ എണ്ണം കാണുന്ന അല്ലീലിനെയാണ് നമ്മൾ വൈൽഡ് ടൈപ്പ് അല്ലീൽ എന്ന് വിളിക്കുക. എന്താ ആ അല്ലീലിന്റെ പണി? ഏതൊരു അല്ലീലാണെന്നുണ്ടെങ്കിലും അയാള് mRNA ഉണ്ടാക്കും.
ആ ആള് പ്രോട്ടീൻ ഉണ്ടാക്കും. ആ പ്രോട്ടീൻ ഒരു എൻസൈം ആണെന്ന് വിചാരിക്കാം. ആ എൻസൈമിന്റെ പണി ഒരു സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻസൈം. ക്ലിയർ? അങ്ങനെ ആ ഒരു പോപ്പുലേഷനിൽ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുകയാണ്. ഒരു സഡൻ ചേഞ്ച് ഇൻ DNA അല്ലെങ്കിൽ ജീനില് ഒരു ചേഞ്ച് സംഭവിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ വൈൽഡ് ടൈപ്പ് അല്ലീല്, ആ വൈൽഡ് ടൈപ്പ് അല്ലീലിനെ ഞാൻ താഴത്തേക്ക് ഒന്നും കൂടെ വരയ്ക്കുകയാണ്. ഇതാണല്ലോ നമ്മളുടെ വൈൽഡ് ടൈപ്പ് അല്ലീല്. അയാളുടെ സീക്വൻസിൽ ഒരു ചെറിയൊരു വ്യത്യാസം വരികയാണ്. ഓക്കെ, അയാളുടെ ഒരു സീക്വൻസിൽ ഒരു വ്യത്യാസം വരികയാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു T മാറി ഒരു G ആയി മാറി. അതായത് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ടൈപ്പ് ആയി മാറിയില്ലേ ഈ ജീന്? ചെറിയൊരു മോഡിഫിക്കേഷൻ വന്നില്ലേ? അതായത് ഒരു വൈൽഡ് അല്ലീലിന് ചെറിയൊരു മ്യൂട്ടേഷൻ വന്നിട്ട് ഇപ്പൊ പുതിയൊരു അല്ലീൽ ഉണ്ടായില്ലേ? ഈ അല്ലീലിനെ ഞാൻ വിളിക്കും മ്യൂട്ടന്റ് അല്ലീൽ എന്ന് വിളിക്കും. മ്യൂട്ടന്റ് അല്ലീൽ എന്ന് വിളിക്കും. അല്ലെങ്കിൽ വേറൊരു പേരുണ്ട്. മ്യൂട്ടന്റ് അല്ലീൽ എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷൻ വന്ന അല്ലീൽ. അല്ലെങ്കിൽ ഞാൻ വിളിക്കും മോഡിഫൈഡ് അല്ലീൽ എന്ന് വിളിക്കും. അതായത് എന്ത് മോഡിഫൈ ചെയ്തിട്ടുണ്ടായ അല്ലീല്? വൈൽഡ് അല്ലീല് മോഡിഫൈ ചെയ്തിട്ടുണ്ടായ അല്ലീലാണ് മോഡിഫൈഡ് അല്ലീല്. അങ്ങനെയാണെങ്കിൽ വൈൽഡ് ടൈപ്പ് അല്ലീലിന് വേറൊരു പേര് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ ആള് മോഡിഫൈഡ് അല്ലീലാണെന്നുണ്ടെങ്കിൽ ഈ വൈൽഡ് ടൈപ്പ് അല്ലീലിനെ നമ്മൾ എന്ത് അല്ലീൽ എന്നാ വിളിക്കേണ്ടത്? അൺമോഡിഫൈഡ് അല്ലീൽ. അൺമോഡിഫൈഡ് അല്ലീൽ എന്നല്ലേ വിളിക്കേണ്ടത്? ക്ലിയർ ആണല്ലോ? അപ്പോ അൺമോഡിഫൈഡ് അല്ലീൽ എങ്ങനെയാണ് മോഡിഫൈഡ് അല്ലീൽ ആയത്? സഡൻ ചേഞ്ച്, അതായത് ഒരു മ്യൂട്ടേഷൻ കാരണമാണ് ആയത്. ഈ മ്യൂട്ടേഷൻ കാരണം എന്ത് എഫക്റ്റ് ആണ് ഈ വൈൽഡ് ടൈപ്പ് അല്ലീലിന് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഈ മ്യൂട്ടേഷൻ കാരണം 3 സാധ്യതകളാണ് സംഭവിക്കാനുള്ളത്. 3 ചാൻസുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് ആ 3 ചാൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചാൻസ് എന്ന് പറയുന്നത് ആ മ്യൂട്ടേഷൻ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കില്ല. അതായത് ആഫ്റ്റർ ഈ മ്യൂട്ടേഷനും ഇവിടെ ഈ മ്യൂട്ടേഷൻ വന്നതിന് ശേഷവും അവിടെ നിന്നുണ്ടാവുന്ന mRNAയും പ്രോട്ടീനും സെയിം ആയിട്ടുള്ള പ്രോട്ടീനാണ് ഉണ്ടാവുന്നത്. അതായത് സെയിം എൻസൈം ആണ് ഉണ്ടാവുന്നത്. ഇതാണ് ഒന്നാമത്തെ സാധ്യത. സെയിം എൻസൈം ആണ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ കുറച്ചൊന്ന് എഫിഷ്യൻസി കുറഞ്ഞിട്ടുണ്ട്. ചെറിയ എഫിഷ്യൻസി കുറഞ്ഞ എൻസൈം, ലെസ് എഫിഷ്യന്റ് ആയിട്ടുള്ള എൻസൈമോ സെയിം എൻസൈമോ ആവാം ഈ ഒരു മോഡിഫിക്കേഷന് ശേഷം സംഭവിച്ചത്. ഇനി രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു മോഡിഫിക്കേഷൻ കാരണം നമ്മളുടെ ഈ ഒരു മോഡിഫിക്കേഷൻ ഇല്ലേ, ആ ഒരു മോഡിഫിക്കേഷൻ കാരണം എൻസൈം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ എൻസൈമിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ രണ്ടാമത്തെ സാധ്യത എന്താ? മ്യൂട്ടേഷൻ കൊണ്ട് ഉണ്ടാവുന്ന എൻസൈം നോൺ ഫങ്ഷണൽ എൻസൈം ആണ്. നോൺ ഫങ്ഷണൽ എൻസൈം ആണ്. ക്ലിയർ ആണല്ലോ? ഇനി മൂന്നാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ മ്യൂട്ടേഷൻ കാരണം, ഈ മോഡിഫിക്കേഷൻ കാരണം ഒരു എൻസൈമും ഉണ്ടാവുന്നില്ല. ഈ 3 തിയററ്റിക്കൽ പോസിബിലിറ്റിയാണ് നമ്മളുടെ മുന്നിലുള്ളത്. നോ എൻസൈം അറ്റോൾ. ഒരു എൻസൈമും ഉണ്ടാവുന്നില്ല. ഈ 3 സാധ്യതകളാണ് ഈ മ്യൂട്ടേഷൻ കൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത്. നോക്ക്, അപ്പോ ഇവിടെ ഒരു വൈൽഡ് ടൈപ്പ് അല്ലീൽ ഉണ്ടായിരുന്നു. ആ അല്ലീലിന് ഒരു മോഡിഫിക്കേഷൻ വന്നിട്ട് പുതിയൊരു അല്ലീൽ ഒരു പോപ്പുലേഷനിൽ ഉണ്ടായി. അതിന്റെ പേരാണ് മോഡിഫൈഡ് അല്ലീൽ. അപ്പൊ ഇനി നമ്മൾ എങ്ങനെ പറയാ? ഇതാണ് മോഡിഫൈഡ് അല്ലീൽ ആൻഡ് ഇതാണ് അൺമോഡിഫൈഡ് അല്ലീൽ. ഈ മ്യൂട്ടേഷൻ കൊണ്ട് മോഡിഫൈഡ് ആയിട്ടുള്ള അല്ലീലിന് മോഡിഫിക്കേഷൻ വരാൻ 3 സാധ്യതയാണ് മോഡിഫിക്കേഷൻ കൊണ്ട് ഉണ്ടാവാൻ ഉള്ളത്. ഒന്നാമത്തത് സെയിം എൻസൈം തന്നെ ഉണ്ടാവാം, അല്ലെങ്കിൽ കുറച്ചൊന്ന് ലെസ് എഫിഷ്യന്റ് ആയിട്ടുള്ള എൻസൈം തന്നെ ഈ ആൾക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. അതാണ് ഒന്നാമത്തെ സാധ്യത. സെയിം എൻസൈം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, കാര്യമായിട്ട് മ്യൂട്ടേഷൻ ബാധിച്ചിട്ടില്ല. ഇനി രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് എൻസൈം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ സെയിം എൻസൈം അല്ല, ഫങ്ഷണൽ അല്ലാത്ത എൻസൈം ആണ്. എൻസൈം ഉണ്ട് പക്ഷെ അതിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് എൻസൈമേ ഉണ്ടാക്കുന്നില്ല. നോക്കെ, ഒന്നാമത്തെ സാധ്യത നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചാൻസിൽ എന്താ സംഭവിക്കാന്ന് ആലോചിച്ച് നോക്ക്.
ഒരു ഇൻഡിവിജ്വലിന്റെ അകത്ത് ആദ്യം ഉണ്ടായിരുന്ന അല്ലീലും വരികയാണ് ആൻഡ് മോഡിഫൈഡ് ആയിട്ടുള്ള അല്ലീലും ഒരുമിച്ച് വരികയാണ്. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നൊക്കെ പറയുന്ന രണ്ട് അല്ലീലില്ലേ, അതില് ക്യാപിറ്റൽ ടി ആയിരുന്നു വൈൽഡ് ആയിട്ടുള്ള അല്ലീല്, സ്മോൾ ടി എന്ന് പറയുന്ന വൈൽഡ് അല്ലീല് മോഡിഫൈ ചെയ്തിട്ട് പുതിയ ഉണ്ടായ അല്ലീലാണ് സ്മോൾ ടി എന്ന് പറയുന്നത്. അതുപോലെ ഏതൊരു അൺമോഡിഫൈഡ് അല്ലീല് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും അൺമോഡിഫൈഡ് അല്ലീല് എന്ന് പറയുന്ന ഒരു ഒറിജിനൽ അല്ലീല്, അതിന് മോഡിഫിക്കേഷൻ വന്നിട്ടാണ് പുതിയ അല്ലീലുകൾ ഉണ്ടാവുന്നത്. അപ്പോ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അൺമോഡിഫൈഡ് അല്ലീലും മോഡിഫൈഡ് അല്ലീലും ഒരുമിച്ച് വരുമ്പോൾ ഒന്നാമത്തെ കേസ് ആണ് സംഭവിക്കുന്നത് എങ്കിൽ അവിടെ രണ്ട് അല്ലീലുകളും ഇക്വലന്റ് ആയിട്ടുള്ള അല്ലീലല്ലേ, അതായത് അൺമോഡിഫൈഡ് അല്ലീലും മോഡിഫൈഡ് അല്ലീലും സെയിം എൻസൈം ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോ ഒന്നാമത്തെ കണ്ടീഷനിലെ രണ്ട് അല്ലീലുകളും ഇക്വാലന്റ് ആയിട്ടുള്ള അല്ലീലുകളാണ്. ഈ കണ്ടീഷനിൽ രണ്ട് അല്ലീലുകളും എന്ത് അല്ലീലുകളാണ്? ഇക്വാലന്റ് ആയിട്ടുള്ള അല്ലീലുകളാണ്, ഇക്വാലന്റ് അല്ലീൽസ്. കാരണം എന്താ? മോഡിഫിക്കേഷൻ കാരണം സെയിം എൻസൈം തന്നെ അല്ലെങ്കിൽ ചെറിയ എഫിഷ്യൻസി കുറവുള്ള എൻസൈം ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഹെട്രോസൈഗസ് ആയിട്ട് ഒരു ഇൻഡിവിജ്വലിൽ അൺമോഡിഫൈഡ് അല്ലീലും മോഡിഫൈഡ് അല്ലീലും ഒരുമിച്ച് വരുമ്പം അയാളുടെ ഫീനോടൈപ്പിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഉണ്ടാവുന്നില്ല. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ കേസ് ആവുമ്പോഴോ മൂന്നാമത്തെ കേസ് ആവുമ്പോഴോ രണ്ടും മൂന്നും കേസിൽ നമ്മളുടെ സിനാരിയോ മാറും. ഒരു ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ എടുക്കുക, ആ ആൾക്ക് ഒരു അല്ലീൽ എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ഇല്ലാത്ത വൈൽഡ് ടൈപ്പ് അല്ലീൽ, മറ്റൊരു അല്ലീൽ ഉള്ളത് ആ ആൾക്ക് ഉള്ള അല്ലീൽ എന്ന് പറയുന്നത് മോഡിഫൈഡ് അല്ലീൽ. മോഡിഫൈഡ് അല്ലീല് ഒരു എൻസൈം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഫങ്ഷൻ ചെയ്യുന്നില്ല. ഈ ഫങ്ഷൻ ചെയ്താലേ ഫീനോടൈപ്പ് എക്സ്പ്രസ് ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പം നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള എൻസൈം ആണെന്നുണ്ടെങ്കിൽ ഫീനോടൈപ്പിൽ ഒരു ചേഞ്ച് വരുത്താൻ കഴിയില്ല. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ, എൻസൈമേ ഉണ്ടാക്കുന്നില്ലെങ്കിലോ ഈ പറയുന്ന സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയി മാറില്ല. അപ്പോ രണ്ടാമത്തെയും മൂന്നാമത്തെയും കേസിൽ ഈ പറയുന്ന എൻസൈമേ ഉണ്ടാവുന്നില്ല. എൻസൈം ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയി മാറുമോ? പ്രോഡക്റ്റ് ഉണ്ടാവുന്നില്ല. ഈ പറയുന്ന പ്രോഡക്റ്റുകളാണ് ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പൊ നോക്ക്, ഒന്നാമത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ എൻസൈം ഉണ്ടാവും, പ്രോഡക്റ്റ് ഉണ്ടാവും. ഹെട്രോസൈഗസ് ആയിട്ട് ഒരാൾക്ക് അൺമോഡിഫൈഡ് അല്ലീലും മോഡിഫൈഡ് അല്ലീലും ഒരുമിച്ച് വന്നാലും ഫീനോടൈപ്പിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല, കാരണം ഈ പറയുന്ന പ്രോഡക്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെയും മൂന്നാമത്തെയും കേസിൽ വരുന്ന സമയത്ത് മോഡിഫൈഡ് അല്ലീല് കാരണം മോഡിഫൈഡ് അല്ലീൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു ഫങ്ഷണൽ എൻസൈം ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ ചില സമയത്ത് എൻസൈമേ ഉണ്ടാക്കുന്നില്ല. അപ്പം സബ്സ്ട്രേറ്റ് ഈസ് നോട്ട് കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്റ്റ്. അപ്പൊ എന്താ സംഭവിക്കുക? അൺമോഡിഫൈഡ് അല്ലീലും മോഡിഫൈഡ് അല്ലീലും രണ്ടും ഒരാളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അയാള് അൺമോഡിഫൈഡ് അല്ലീലിന്റെ ക്യാരക്ടർ മാത്രമല്ലേ കാണിക്കുള്ളൂ. അൺമോഡിഫൈഡ് അല്ലീല് സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കും. അപ്പൊ ഈ പ്രോഡക്റ്റ് കൊണ്ടുണ്ടാവുന്ന ഫീനോടൈപ്പ്, ആ ഫീനോടൈപ്പ് അല്ലേ ആ ഇൻഡിവിജ്വൽ കാണിക്കുള്ളൂ. ഈ മോഡിഫൈഡ് അല്ലീല് കൊണ്ട് ഒരു എൻസൈം ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഫങ്ഷണൽ അല്ലാത്തൊരു എൻസൈം ഉണ്ടാവുന്നത്. അപ്പൊ അയാൾക്ക് വല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അയാൾക്ക് ഈ ഫീനോടൈപ്പിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ? ഇല്ല. അപ്പൊ രണ്ടാമത്തെയും മൂന്നാമത്തെയും കേസാണ് വരുന്നത് എങ്കിൽ അപ്പോ നമ്മളുടെ മോഡിഫൈഡ് അല്ലീലും അൺമോഡിഫൈഡ് അല്ലീലും വരികയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ടൈപ്പ് അല്ലീലാണ്? ഡോമിനൻസ് കാണിക്കുന്ന അല്ലീലാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അൺമോഡിഫൈഡ് അല്ലീൽ അല്ലെങ്കിൽ വൈൽഡ് ടൈപ്പ് അല്ലീൽ ഈസ് ഡോമിനന്റ് ഓവർ മോഡിഫൈഡ് അല്ലീൽ, മ്യൂട്ടന്റ് അല്ലീൽ. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? വൈൽഡ് ടൈപ്പ് അല്ലീൽ എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അല്ലീലാണ് വൈൽഡ് ടൈപ്പ് അല്ലീൽ. ഈ അല്ലീലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല്, ഈ ജീനിന്റെ ഒരു ഫോം ആണല്ലോ അല്ലീൽ എന്ന് പറയുന്നത്. ആ അല്ലീൽ എക്സ്പ്രസ് ചെയ്തിട്ടാണ് ഒരു എൻസൈം ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ ഇരിക്കെ ആ വൈൽഡ് പോപ്പുലേഷന്റെ അകത്ത് ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചു, പുതിയൊരു അല്ലീൽ ഉണ്ടായി വന്നു. ഓക്കെ, ഈ എൻസൈമിന്റെ റോൾ എന്തായിരുന്നു? എൻസൈമിന്റെ റോൾ ഒരു സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റുക. അതിന് ഈ എൻസൈം വേണം. ഈ പ്രോഡക്റ്റ് ആണ് ഒരു ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളുടെ എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ സബ്സ്ട്രേറ്റ് ആണ് പ്രോഡക്റ്റ് ആയി മാറുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എൻസൈം ആയിരുന്നു വൈൽഡ് ടൈപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇനി അയാൾക്ക് ഒരു മ്യൂട്ടേഷൻ വന്നുണ്ടായേ, ഈ മ്യൂട്ടന്റ് അല്ലീലിന് 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ അയാൾക്കും സെയിം എൻസൈം, കുറച്ച് ലെസ് എഫിഷ്യന്റ് ആയിട്ടുള്ള എൻസൈം ഉണ്ടാക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഈ പറയുന്ന അൺമോഡിഫൈഡ് അല്ലീലും മോഡിഫൈഡ് അല്ലീലും വരുന്ന ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ അകത്ത് ഈ ഫീനോടൈപ്പിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ? ഇല്ല. കാരണം സെയിം എൻസൈം ആണ് ഉണ്ടാക്കുന്നത്. രണ്ട് അല്ലീലും സബ്സ്ട്രേറ്റിനെ എന്താക്കി മാറ്റും? പ്രോഡക്റ്റ് ആക്കി മാറ്റും. ഇനി രണ്ടാമത്തെ കേസ് എടുത്താലോ മൂന്നാമത്തെ കേസ് എടുത്താലോ അവിടെ ഫങ്ഷണൽ ആയിട്ടുള്ള എൻസൈം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയി മാറുമോ? ഇല്ല. അപ്പോ അൺമോഡിഫൈഡ് അല്ലീലും മോഡിഫൈഡ് അല്ലീലും ഒരുമിച്ച് വരുന്ന ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ ഫീനോടൈപ്പ് കൺട്രോൾ ചെയ്യുന്നത് അൺമോഡിഫൈഡ് അല്ലീലും മാത്രമാണ്. മോഡിഫൈഡ് അല്ലീലിന് എന്ത് കഴിവില്ല? പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള കഴിവില്ലല്ലോ. അപ്പൊ അയാൾക്ക് ഫീനോടൈപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ കഴിവുണ്ടോ? ഇല്ല. അതുകൊണ്ട് നോക്ക്, ഞാൻ ഇവിടെ ഒരു അൺമോഡിഫൈഡ് അല്ലീൽ എഴുതുകയാണ് ക്യാപിറ്റൽ ടി. ഇനി ഒരു മോഡിഫൈഡ് അല്ലീൽ എഴുതുകയാണ് സ്മോൾ ടി. ഈ പറയുന്ന ആള് നോൺ ഫങ്ഷണലോ അല്ലെങ്കിൽ എൻസൈമേ ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചോ. ഈ ആൾ ഉണ്ടാക്കുന്ന എൻസൈമാണ് ഹൈറ്റ് കൂട്ടുന്നത്. അപ്പൊ ഈ രണ്ടാൾക്കാർ ഒരുമിച്ച് ഹെട്രോസൈഗസ് ആയി വരുമ്പോൾ ഇൻഡിവിജ്വൽ ആരായിരിക്കും? ടോൾ ആയിരിക്കും. ഈ എൻസൈം മാത്രമേ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ, പ്രോഡക്റ്റ് ആയി മാറുന്നുള്ളൂ. അതുപോലെ മോഡിഫൈഡ് ആയിട്ടുള്ള അല്ലീല് ചിലപ്പം എൻസൈമേ ഉണ്ടാക്കുന്നില്ല, ചിലപ്പം ഫങ്ഷണൽ ആയിട്ടുള്ള എൻസൈം ഉണ്ടാക്കുന്നില്ല, അപ്പൊ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഈ പറയുന്ന അല്ലീലിന് യാതൊരു റോളും ടോൾനെസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്ന ക്യാരക്ടറിൽ ഇല്ല. ശരിയല്ലേ? അപ്പൊ എന്താണ് ഈ ഡോമിനൻസിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അൺമോഡിഫൈഡ് അല്ലീല് മോഡിഫൈഡ് അല്ലീല് എന്നൊന്നും പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ ആ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഈ പറയുന്ന അല്ലീലാണ് അൺമോഡിഫൈഡ് അല്ലീല് അല്ലെങ്കിൽ വൈൽഡ് ടൈപ്പ് അല്ലീലാണ് ഞാൻ ഇവിടെ മുകളിൽ വരച്ചത്. ഓക്കെ, ഇവിടെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു മ്യൂട്ടേഷൻ വന്നതിന് ശേഷമുള്ള മോഡിഫൈഡ് അല്ലീലാണ്. ദിസ് ഈസ് മോഡിഫൈഡ് അല്ലീലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മോഡിഫൈഡ് അല്ലീലാണ്. ക്ലിയർ. ഈ വൈൽഡ് ടൈപ്പ് അല്ലീലിന്റെ പേര് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡബ്ല്യു ആണ്. ഓക്കെ, മോഡിഫൈഡ് അല്ലീലിന്റെ പേര് സ്മോൾ ഡബ്ല്യു ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയുന്ന അല്ലീലുകളാണ്, എന്നാലും ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി എടുത്തതാണ്. നോക്ക്, ഈ അല്ലീല് എക്സ്പ്രസ് ചെയ്യും. ഈ അല്ലീല് എക്സ്പ്രസ് ചെയ്താൽ എന്താ ഉണ്ടാവുക? mRNA ആണ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? ഈ mRNA ഉണ്ടാവുന്നു. mRNA ഒരു എൻസൈം ഉണ്ടാക്കുന്നു. ഓക്കെ, ഇതൊരു എൻസൈം ആണ്. എൻസൈം എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു പ്രോട്ടീൻ ആണ്. ഈ എൻസൈം ഒരുപാട് പാത്വേസിൽ ഈ എൻസൈം ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് അൾട്ടിമേറ്റ്ലി ആ പാത്വേ, ആ റിയാക്ഷൻസ് ഒക്കെ, റിയാക്ഷന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വയലറ്റ് കളർ പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, വയലറ്റ് കളർ പിഗ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ട എൻസൈം ഉണ്ടാക്കുന്ന അല്ലീലാണ് ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോ ഈ അല്ലീലാണ് ഒരു പീ പ്ലാന്റിൽ വരുന്നത് എങ്കിൽ ആ പറയുന്ന പീ പ്ലാന്റിന്റെ കളർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വയലറ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? അതല്ലേ നമ്മൾ പഠിച്ചത്? ക്യാപിറ്റൽ ഡബ്ല്യു കോഡ്സ് ഫോർ വയലറ്റ് കളർ. ക്ലിയർ ആണല്ലോ? ഇനി ഈ വൈൽഡ് ടൈപ്പ് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു അല്ലീൽ ഉണ്ടായിരുന്നു. അയാൾക്കൊരു മ്യൂട്ടേഷൻ വന്നിട്ടാണ് മോഡിഫൈഡ് അല്ലീൽ ഉണ്ടായത്. ആ മ്യൂട്ടേഷൻ കാരണം ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാല്, ആ മ്യൂട്ടേഷൻ കാരണം യാതൊരു എൻസൈമും പിന്നീട് ഉണ്ടാവുന്നില്ല. ഞാൻ ആക്ച്വൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. എന്തുണ്ടാവുന്നില്ല? നോ എൻസൈം അറ്റ് ഓൾ. നോ എൻസൈം. ഒരു എൻസൈമും ഇവിടെ ഉണ്ടാവുന്നില്ല ഡ്യൂ ടു ദിസ് മ്യൂട്ടേഷൻ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കേസിലെ മൂന്നാമത്തെ കേസാണ് ആക്ച്വലി ഇവിടെ നടന്നിട്ടുള്ളത്. വയലറ്റും വൈറ്റിന്റെയും കാര്യം ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു എൻസൈമും ഉണ്ടാവുന്നില്ല എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ എൻസൈം ഉണ്ടായിരുന്നപ്പോൾ മാത്രമല്ലേ വയലറ്റ് കളർ പിഗ്മെന്റ് ഈ പ്ലാന്റിന്റെ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ എന്തുണ്ടാവില്ല? ഈ എൻസൈം ഉണ്ടാവുന്നില്ല എങ്കിൽ നോ വയലറ്റ് കളർ പിഗ്മെന്റ്, അല്ലേ? നോ വയലറ്റ് പിഗ്മെന്റ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നോ വയലറ്റ് പിഗ്മെന്റ്സ് ഉണ്ടാവില്ല. നോക്ക്, ഇവിടെ
നമുക്ക് വയലറ്റ് പിഗ്മെന്റ് കിട്ടുന്നില്ല എങ്കിൽ, വയലറ്റ് പിഗ്മെന്റ് ഇവിടെ ഉണ്ടാവുന്നില്ലല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫ്ലവറിന്റെ കളർ എന്തായിരിക്കും എന്ന് ചോദിച്ചാല് വൈറ്റ് ഫ്ലവർ ആയിരിക്കും അല്ലെ. പിഗ്മെന്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് കളർ ആയിരിക്കും? വൈറ്റ് കളർ ആയിരിക്കും. പിഗ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വയലറ്റ് കളറും ആൻഡ് പിഗ്മെന്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് കളറുമായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ ഒരു ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരാളെടുത്തു അല്ലെ. ഹോമോസൈഗസ് ആയിട്ടുള്ള ആള് ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് പറയുന്ന അയാൾ എന്തായിരിക്കും? ഒബിയസ്ലി വയലറ്റ് ആയിരിക്കും. രണ്ടാൾക്കാരും അതായത് രണ്ടും ക്യാപിറ്റൽ ഡബ്ല്യു ആണ്, സോ വയലറ്റ് കളറാണ് ഉണ്ടാവുക. ഇനി രണ്ടും സ്മോൾ ഡബ്ല്യു ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ വയലറ്റ് കളർ പിഗ്മെന്റേ ഉണ്ടാവുന്നില്ല. ആ പ്ലാന്റ് എന്ന് പറയുന്നത് എന്തായി മാറും? വൈറ്റ് ഫ്ലവർ ഉള്ള പ്ലാന്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഒരാള് ക്യാപിറ്റൽ ഡബ്ല്യു, ഒരാള് സ്മോൾ ഡബ്ല്യു. അവിടെ ഈ പറയുന്ന അല്ലീല് എന്തുണ്ടാക്കും? വയലറ്റ് കളർ പിഗ്മെന്റ് ഉണ്ടാക്കും. അയാളുടെ കൂടെ വന്ന മോഡിഫൈഡ് അല്ലീല് ഒരു പിഗ്മെന്റും ഉണ്ടാക്കുന്നില്ല, അതായത് ഒരു എൻസൈമും ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് ഒരു പിഗ്മെന്റും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന അൺമോഡിഫൈഡ് ആയിട്ടുള്ള അല്ലീൽ ഉണ്ടല്ലോ, വൈൽഡ് അല്ലീല്, അയാള് ഈ പ്ലാന്റിനെ അല്ലെങ്കിൽ ഈ ഫ്ലവറിനെ വയലറ്റ് ആക്കാനുള്ള അത്രയും തന്നെ പിഗ്മെന്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ മോഡിഫൈഡ് അല്ലീലിന് യാതൊരു റോളും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈ പറയുന്ന ഫ്ലവറിന്റെ കളർ എന്ത് വരുന്നത്? വയലറ്റ് ആവുന്നത്. കാരണം എന്താ? ഈ ക്യാപിറ്റൽ ഡബ്ല്യു അല്ലീല് ആണ് വയലറ്റ് പിഗ്മെന്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പോ ഇവിടെ ഒരു അൺമോഡിഫൈഡ് അല്ലീലും മോഡിഫൈഡ് അല്ലീലും ഒരുമിച്ച് വരികയാണ്. എന്താ ഈ മോഡിഫൈഡ് അല്ലീലിന്റെ പ്രത്യേകത? ആ ആള് ഒരു എൻസൈമും ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് അവിടെ ഒരു പിഗ്മെന്റും ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഹെട്രോസൈഗസില് ക്യാപിറ്റൽ ഡബ്ല്യു വയലറ്റ് പിഗ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്, സ്മോൾ ഡബ്ല്യു വയലറ്റ് പിഗ്മെന്റ് ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ക്യാപിറ്റൽ ഡബ്ല്യുവിന് ഒരു പ്ലാന്റിനെ, ഒരു ഫ്ലവറിനെ കംപ്ലീറ്റ് വയലറ്റ് ആക്കാനുള്ള അത്രയും പിഗ്മെന്റ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അവിടെ സ്മോൾ ഡബ്ല്യുവിന് പിന്നെ യാതൊരു എഫക്റ്റും ഇല്ല എന്നല്ലേ അർത്ഥം. അപ്പൊ ഇയാള് റെസസീവ് ആയില്ലേ, ഇയാള് ഡോമിനന്റ് ആയി. ക്ലിയർ ആണല്ലോ. അപ്പോ നമുക്ക് കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ് മനസ്സിലായി. ഒരു അൺമോഡിഫൈഡ് ആയിട്ടുള്ള അല്ലീലും മോഡിഫൈഡ് ആയിട്ടുള്ള അല്ലീലും ഒരുമിച്ച് വരുമ്പോൾ ഒന്നാമത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ സെയിം എൻസൈം അല്ലെങ്കിൽ ലെസ് എഫിഷ്യന്റ് ആയിട്ടുള്ള എൻസൈം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇക്വിവാലന്റ് ആയിട്ടുള്ള അല്ലീൽസ് ആണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കേസ് ആണെങ്കിൽ നോൺ ഫങ്ഷണൽ എൻസൈമോ അല്ലെങ്കിൽ എൻസൈമോ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ് വരുന്നത്. ഈ രണ്ട് കേസിൽ ഡോമിനൻസ് കാണിക്കും, ഒന്നാമത്തെ കേസിൽ ഡോമിനൻസ് കാണിക്കുന്നില്ല. ദേ ആർ ഇക്വിവാലന്റ് അല്ലീൽസ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഡോമിനന്റ് അല്ലീലും റെസസീവ് അല്ലീലും വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ് ആണ് നമ്മൾ ഈ ഒരു ഭാഗത്തിലൂടെ പഠിച്ചത്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് കൂടുതൽ ആഴത്തിലേക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. സോ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. Thanks for watching.